ചക്കക്കുരു ലഡു ഉണ്ടാക്കിയാലോ? വാ. ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ചക്കക്കുരു എടുത്ത് നമ്മൾ വറുത്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചക്കക്കുരുവിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് ചക്കക്കുരുവിൻ്റെ തൊലി കളയാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് നിങ്ങൾ തൊലിയൊന്നും കളയണ്ട. പിന്നെ ഒരു ബ്രൗൺ കളർ വരെ ആവുന്നത് വരെ, അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ട് പൊട്ടിയൊക്കെ വരും. അന്നേരം നമ്മുടെ ചക്കക്കുരു കറക്റ്റ് പാകമായിട്ടുണ്ട്. ഞാനിവിടെ ചക്കക്കുരു വറുത്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് തൊലിയൊന്ന് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണുന്നവർ നല്ല ഡാർക്ക് കളറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ നട്ട്സൊക്കെ കഴിക്കുന്ന ഒരു ഫീല് നമുക്കിത് ലഡു ആയി കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ പൊടിച്ച ചക്കക്കുരു മറ്റൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചത്, ശർക്കര പാനി, പിന്നെ 1 കപ്പ് തേങ്ങയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ ഏലക്കയും ജീരകവും പൊടിച്ചത്, പുറകെ നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒത്തിരി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഒരു ലഡു പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാകത്തിന് നോക്കി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാത്തിനെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, നമ്മൾ ഓരോ പിടിയായിട്ടെടുത്ത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റെഡിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല കോസ്റ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുമാണ്. ചക്കക്കുരു ലഡു റെഡി ആയിട്ടുണ്ട്. എന്ന് കഴിച്ചു നോക്കാം. പാകത്തിന് മധുരമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി ഐറ്റം ആണല്ലോ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരും. ബൈ ബൈ.